സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പുറകിൽ ഇതുണ്ടോ ട്രക്കിൻ്റെ ഡൊമാനെ L3 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ അഫിൻ വീഡിയോ കാണണ്ടെന്ന് പറഞ്ഞ് ഇവിടെ മാറിയിട്ടുണ്ട്. എന്നാൽ പോലും അഫിൻ ആദ്യം തീരുമാനിച്ചത് ഒരു ഗ്രാവൽ ബൈക്കാണ് കേട്ടോ. അതിൽ നിന്ന് പുള്ളി ഈ ഇൻഡുറൻസ് ജോമെട്രി ഉള്ള ഈ ഒരു ഡൊമാന സീരീസിലോട്ട് മാറിയത് എന്തുകൊണ്ട്, അതുകൂടാണ്ട് ഡൊമാന AL2 ആണ് കേട്ടോ പിന്നീട് സജസ്റ്റ് ചെയ്തത് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അവിടെ ഒന്ന് സ്കിപ്പായിട്ട് 3 ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 200 കിലോമീറ്ററോളം ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പുലിക്കുട്ടിനോട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രക്കിൻ്റെ റോഡ് ബൈക്ക് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മുമ്പ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞാൻ ടെമ്പോ ട്രാവലർ സപ്പോർട്ട് വെഹിക്കിൾ അഡ്വഞ്ചർ ടൂറിൻ്റെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് സൈക്ലിങ്ങിലേക്ക് കടന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രക്കിൻ്റെ 4300 ഒരു MTB ആണ് കേട്ടോ, വി ബ്രേക്കൊക്കെ ഉള്ള. എത്രയോ വർഷം മുമ്പാണ് അപ്പോൾ അത്, ഒരു 18 വർഷം മുമ്പാണ്. അപ്പോൾ ട്രക്കിൻ്റെ ആ ഒരു ബൈക്കിൻ്റെ ക്വാളിറ്റി, അവരുടെ ഇന്നോവേഷനൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഫുള്ള് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ സാധാരണ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ റിമ്മിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫുള്ള് സ്പെക്കൊക്കെ കണ്ടിട്ട് വരാം, എന്നിട്ട് എന്തുകൊണ്ട് ഇത് വാങ്ങി എന്നുള്ളത് പറയാം കേട്ടോ. ഒപ്പം എൻ്റെ ഒരു റൈഡുണ്ട്, എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മളുള്ളത് നീണ്ടകരയാണ് കേട്ടോ. നീണ്ടകര എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കോസ്റ്റൽ ഏരിയ തിരഞ്ഞെടുത്താണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ഒരു റോഡ് ബൈക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒന്ന് ഫ്ലാറ്റ് റോഡിലൊന്ന് കുതിച്ച് പോയണ്ടേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോഡ് ബൈക്കായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് ബൈക്ക്. ഒറ്റ നോട്ടുള്ള ലുക്ക് കണ്ട. അപ്പോൾ ഇത് പെയിൻറ്റിങ് ക്വാളിറ്റി നല്ല സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് വർക്കൊക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ ട്രക്ക് എഴുതിയിരിക്കുന്നത് ഈ ഒരു വൈഡായിട്ടുള്ള ലെറ്ററാണ് കേട്ടോ. അത് തന്നെ രാത്രി റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മോഡലാണ്. പിന്നെ ഫ്രെയിം പറയുകയാണെങ്കിൽ അതാണ് ഒരു ട്രക്കിൻ്റെ ഒരു പ്രത്യേകത. 100 സീരീസ് ആൽഫ അലൂമിനിയം എന്നുള്ളൊരു ഫ്രെയിമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ ഫോർക്കിന് അത് ബാധകമല്ല കേട്ടോ, കാരണം ഫോർക്ക് കാർബണാണ്. ഒറ്റ നോട്ടത്തിൽ 700cc ഉൾപ്പെടെ വരുന്ന ഈ ഒരു ബൈക്ക് ഒറ്റ നോട്ടത്തിലുള്ള ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതേ റിമ്മിലേക്ക് വരികയാണെങ്കിൽ ബോൺറേജറിൻ്റെ റിമ്മാണ് വരുന്നത്. ട്രക്കിൻ്റെ തന്നെ ഒരു ബ്രാൻഡ് നെയിമാണ് ബോൺറേജർ. അത് ട്യൂബ്ലെസ് റെഡി റിമ്മാണ് വരുന്നത്. പിന്നീട് വേണമെങ്കിൽ ട്യൂബ്ലെസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ടയറൊക്കെ മാറ്റിയിട്ട്. പിന്നെ അതുപോലെ തന്നെ 24 ഹോളാണ്, 21 മില്ലിമീറ്ററുള്ള വിത്തുള്ള പ്രിസ്റ്റ വാൾവാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ടയറിലേക്ക് വരികയാണെങ്കിൽ ബോൺറേജറിൻ്റെ തന്നെ R1 ഹാർഡ് കേസ് ലൈറ്റ് എന്നുള്ള ടയറാണ് കേട്ടോ. 700x32C ആണ്. പക്ഷേ നമുക്ക് പിന്നീട് 37 വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഈ ഒരു ഫ്രെയിമിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ്. ട്രൂ ആക്സിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കീതി ഇവിടെ ഉണ്ട്. ഇത് ബേസിക്കലി ഇതൊരു എല്ലെങ്കിൽ ആണ് കേട്ടോ. ഈ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബോൾട്ട് അയക്കുന്നതല്ല, സഡനായിട്ട് വീല് സെക്കൻഡ്സിനകത്ത് നമുക്ക് വീല് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു പഞ്ചറോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിന്ന് പിന്നെ നമുക്ക് ടയർ അഴിക്കാനും ഊരാനും ഫിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൻ്റെ ഹെഡ് ട്യൂബ് കണ്ടോ, അതെ ട്രക്കിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് മാത്രമൊരു പ്രത്യേകത ഇത് കണ്ടോ, ഇതിവിടെ ഇങ്ങനെ ഒരു ചാട്ടം പോലെ. അത് ഒരു പ്രത്യേക ട്രക്കിന് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ, ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ കാണാനായിട്ട്. പിന്നെ നമുക്ക് അപ്പോൾ ഈ ഹെഡ് ട്യൂബിൽ ഇത് ഹെഡ്സെറ്റ് ബെയറിങ് വരുന്നത് FSAയുടെ ആണ് കേട്ടോ. FSAയുടെ നല്ല ബ്രാൻഡഡാണ് FSA. ആ ഒരു ബെയറിങ്ങാണ് ഹെഡ്സെറ്റ് ബെയറിങ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ വരുന്നത് സോറയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഷിഫ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ ഷിമാനോ സോറ R3000 എന്നുള്ള മോഡലാണ്, 9 സ്പീഡാണ്. ഇത് റോഡ് ബൈക്ക് ആയതുകൊണ്ട് ഡ്രോപ്പ് ബാർ ഹാൻഡിൽ ബാറാണല്ലോ. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ ബോൺറേജറിൻ്റെ അലോയ് 31.8 mm ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ ബാർ ടേപ്പ് ബോൺറേജറിൻ്റെ തന്നെ ഈ സൂപ്പർ ടാക്ക് പെഫ് ടാപ്പ് എന്നുള്ള നല്ല കൂടിയ സാധനമാണ്. അതുപോലെ തന്നെ സ്റ്റെമ്മ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോൺറേജറിൻ്റെ ലൈറ്റ് എന്നുള്ള 31.8 mm ഉള്ള സ്റ്റെമ്മാണ് വരുന്നത്.
അതുപോലെ അലോയ് ഹബിൽ നമുക്ക് 160mm റോട്ടറും കാണാം. സ്പോക്സ് അവിടെ മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് FSAയുടെ ഹോളോടെക് ബോട്ടം ബ്രാക്കറ്റാണ് കേട്ടോ. അതുപോലെ ഈ ക്രാങ്ക് ലെഫ്റ്റും റൈറ്റും FSAയുടെ തന്നെയാണ് കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പെഡല് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ലോക്കൽ പെഡലാണ് ഇട്ടിരിക്കുന്നത്. പെഡൽ ക്ലീറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ ഇത്തരം റോഡ് ബൈക്ക് ഉപയോഗിക്കുന്നവർ. ഇനിയിപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് അഡീഷണൽ വാട്ടർ ബോട്ടിൽ ഹോൾഡർ 2 ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പിൽ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൗൺ ട്യൂബിൻ്റെ അകത്ത് താഴെ പമ്പെല്ലാം ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4 സ്പേസ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേബിൾ റൂട്ടിംഗ് ഒക്കെ പോയിരിക്കുന്നത് ഇതിലൂടെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ക്രാങ്ക് വരുന്നത് ഷിമാനോ സോറയുടെ R3000 50-34 ആ ഒരു റേഷ്യോയിലാണ് ഇത് വരുന്നത്. 50-34 കണ്ടോ. ഫ്രെയിമിനടുത്തായിട്ട് ഈ ഒരു സാധനം കാണുന്നത് ഒരു ഡിജിറ്റൽ സ്പീഡ് കാഡൻസ് സെൻസർ പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ഡിവൈസിൽ നമ്മുടെ കാഡൻസ്, ഡിസ്റ്റൻസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ റിയർ ഡിറൈലർ നോക്കുകയാണെങ്കിൽ ഷിമാനോ സോറയാണ് കേട്ടോ. R3000 എന്നുള്ളൊരു മോഡലാണ്. കാസറ്റ് വരുന്നത് ഷിമാനോ സോറ 9 സ്പീഡ് 11-32 ആ ഒരു റേഷ്യോയിലാണ് കേട്ടോ. ചെയിൻ വരുന്നത് HG400 ആ ഒരു മോഡലാണ് കേട്ടോ ചെയിൻ വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിറൈലറിലോട്ട് വരുമ്പോൾ ഷിമാനോ സോറ R3000 31.8mm ആണ് കേട്ടോ ഇതിൻ്റെ ക്ലാമ്പ്. പിന്നെ നമ്മൾ ലോങ് ടൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഏതാണ്ട് ഇവിടെ നമുക്ക് കാരിയർ മൗണ്ട് ചെയ്യാം. അപ്പം അതിനുള്ള ഓപ്ഷൻ ഈ ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു ഭാഗത്തും നമുക്ക് ടോപ്പിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാരിയർ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പീസ് എനിക്ക് തോന്നുന്നത് ചെയിൻ താഴേക്ക് ചാടിപ്പോകാതിരിക്കാനുള്ള ഒരു സ്റ്റോപ്പറായിട്ട് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഫോർക്ക് കാർബണാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ടി നോക്കിയതാണ്. ഇനിയിപ്പോൾ ചില വീടുകളിലൊക്കെ ആളുകൾ മുട്ടി നോക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ഒന്നും തോന്നിയില്ല. അപ്പോൾ ഈ ഫോർക്കിൽ നമുക്ക് വരുന്നത് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ഈ ഒരു ഭാഗത്തുനിന്ന്. ഒപ്പം താഴേക്ക് പോകുകയാണെങ്കിൽ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ. മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് സാധാരണ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് അല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചതേ, ഇതൊരു ഡ്യുവൽ പിസ്റ്റനാണ്. ഇത് കണ്ടോ, മാനുവൽ ഡിസ്ക് ബ്രേക്ക് തന്നെ ടെക്ട്രോഡ C550 എന്നുള്ളൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സൈഡിൽ നിന്നാണ് ഈ റോട്ടറിലേക്ക് നമുക്ക് പവർ കിട്ടുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടോ, പുള്ള് ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്ന് കൂടി റോട്ടറിലേക്ക് പ്രഷർ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണ് സാധ്യമാവുന്നത്. 54 ആണ് ഈ ഒരു ബൈക്ക് സൈസ്. 44, 49, 52, 54, 58 ഈ ഒരു സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഫൈനലി നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന സാധനമാണ് കേട്ടോ സീറ്റ് പോസ്റ്റും സാഡിലും. അപ്പോൾ സീറ്റ് പോസ്റ്റ് വരുന്നത് അലോയി ആണ്. സാഡിൽ വരുന്നത് ബോൺഡ്രഗറിൻ്റെ തന്നെ സ്റ്റീൽ റെയിലുള്ള സാഡിലാണ് വരുന്നത്. അതിൽ തന്നെ വെന്റിലേഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യങ്ങൾ. 10.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ലുക്ക് പൊളിയാണ്. അപ്പോൾ ഇതാണ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് റൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൈഡ് ചെയ്യുന്ന എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗോപ്രോ മൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രാവൽ ബൈക്ക് ഒരു ബെസ്റ്റ് കമ്പാനിയനാണ്. നമുക്കൊരു എല്ലാ ടെറയിലും ഓഫ് റോഡ് ആയാലും ഓൺ റോഡ് ആയാലും ഗ്രാവൽ സർഫേസിലൊക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു സോളിഡ് ആയിട്ടുള്ള ബൈക്കാണ് ഈ ഗ്രാവൽ ബൈക്ക്. അപ്പോൾ അഫിൻ നോക്കിയത് ആദ്യം ഒരു മാരിൻ്റെ ഒരു റോഡ് ബൈക്കാണ്, എൻട്രി ലെവൽ ഗ്രാവൽ ബൈക്കാണ് നോക്കിയത്. അതിനുശേഷമാണ് ഈ ട്രക്ക് ഈ ഡൊമൈൻ സീരീസിലുള്ള വണ്ടി കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഒരു വൈഡ് ടയറാണ് ഒരു നോർമൽ റോഡ് ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ കാർബൺ ഫോർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൈഡൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. പിന്നെ ഒരു കാരണം വെച്ചാൽ സ്മൂത്താണ്, ഭയങ്കര സ്റ്റേബിളാണ്, ഒരു സൂപ്പർ ഫൺ റൈഡിന്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. കാരണം ഒരു റൈഡ് ഒരു ലൈറ്റ് ഗ്രാവൽ സർഫേസിലൊക്കെ നമുക്ക് ചവിട്ടാൻ പറ്റിയ ഒരു ഘടനയാണ് ഇതിനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിയുടെ ഒരു ഒരു ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു റൈഡറായിട്ടും ഒരു റോഡ് റൈഡറായിട്ടും ഒരു ഒക്കെ പറ്റിയത് ഇത് തന്നെയാണെന്നാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഗ്രാവൽ ബൈക്കിനെ അപേക്ഷിച്ചിട്ട്.
അതുപോലെ തന്നെ ഒരു ലോങ് ടൂറൊക്കെ ചെയ്യുകയാണെങ്കിലും എന്തുകൊണ്ടും പറ്റിയ ഒരു എൻഡ്യൂറൻസ് ജോമെട്രിയൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഡൊമൈൻ സീരീസിലെ 2 വന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ക്ലാരിസിൻ്റെ ഗ്രൂപ്പ് സെറ്റാണ് വരുന്നത്, ഇതിൽ സോറയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർബൺ ഫോർക്ക് രണ്ടിലും എല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. മുമ്പുള്ള സീരീസിൽ വി ബ്രേക്ക് അലോയായിരുന്നു തോന്നുന്നു, ഇപ്പോൾ ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ 8 സ്പീഡായിരുന്നു, ഇത് 9 സ്പീഡാണ്. പിന്നെ അപ്പോൾ ഒരു 13,000 രൂപയുടെ ഒക്കെ ഒരു വേരിയേഷനുള്ളൂ. പുള്ളിയുടെ ഒരു വൈഫിൻ്റെ റെക്കമെൻഡേഷനും ഒരു ഡ്രീം ബൈക്കാണ്. നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സെയിൽ ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നില്ല. പുള്ളി കുറേ കാലം കരുതി വെച്ചിരുന്ന പണം ഉപയോഗിച്ചിട്ട് വാങ്ങുമ്പോൾ നല്ലതരം വാങ്ങിക്കുക എന്നുള്ള ചിന്തയിൽ വാങ്ങിയതാണ്. ഇപ്പോൾ പുള്ളി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കെയർ ചെയ്യുന്ന ആളാണ്. ഇതൊരു ലോങ് ടൈം യൂസ് ചെയ്യാം. മഴ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു എവറി ടൈപ്പ് ഓഫ് റൈഡിങ് സ്റ്റൈലിന് പറ്റിയൊരു കിഡിലോസ്കി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഹോൾ കംഫർട്ട് നൽകുന്ന ഒരു എൻഡ്യൂറൻസ് ജോമെട്രി ഉള്ള ഈ ഒരു ബൈക്ക് നൽകുന്ന ആ ഒരു ഫീല് വേറെ ലെവലാണ്. അപ്പോൾ അതിനു മുമ്പായിട്ടെ വിലയും കളറും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ഒരു കളറ് മെർക്കുറി എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. അതുപോലെ തന്നെ ഇതിൻ്റെ വില വരുന്നത് 1,07,000 രൂപയാണ്. പിന്നെ നമുക്ക് അവിടുന്ന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഈ പെഡല് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇൻക്ലൂഡല്ല ഈ ഒരു ബൈക്കിൽ, കാരണം പെഡൽ കിറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചവിട്ടി നോക്കാട്ടോ. ചവിട്ടി നോക്കിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് പറയേ. ഇപ്പോഴത്തെ ഞാൻ ഒരു 5 കിലോമീറ്ററോളം യൂസ് ചെയ്തിട്ടാണ്. സംഭവം അടിപൊളിയാണ്. വേറൊന്നുമല്ല, മുമ്പ് ഞാൻ റോഡ് ബൈക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ടെസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട്. ഞാൻ അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല റോഡ് ബൈക്ക്, കൂടുതലും ഹൈബ്രിഡും ഇത് മൗണ്ടൻ ബൈക്കൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരിപ്പ് കുറേ കൂടി റിലാക്സ്ഡ് ആണ് കേട്ടോ. കാരണം മുമ്പ് ചവിട്ടിയപ്പോഴൊക്കെ കുറേ കൂടി അഗ്രസീവ് പൊസിഷനിലായിരുന്നു. പിന്നെ പെഡലിങ്ങൊക്കെ നല്ല സോഫ്റ്റാണ്. അതുപോലെ ഇങ്ങനെ ഗിയറൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമുണ്ട്. പിന്നെ ഇവിടെ കൈ പിടിക്കുമ്പോൾ ഒരു സൗകര്യക്കുറവുണ്ട്, അതിപ്പോൾ പമ്പ് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പമ്പ് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഡൗൺ ട്യൂബിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഫീല് ഈ ഒരു ബൈക്ക് ചവിട്ടുമ്പോൾ. എൻ്റേത് ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാറാണ്. ഈ റോഡ് ബൈക്കിൻ്റെ ആ ഒരു ഇരിപ്പും ഇതിൻ്റെ ഒരു സ്മൂത്തും ഫ്ലാറ്റ് റോഡ് ഇങ്ങനെ മിനുസുള്ള റോഡിൽ നമുക്ക് നല്ല ആയാസമില്ലാണ്ട് വെച്ചലൊക്കെ അങ്ങ് പോവാട്ടോ. സംഭവം അടിപൊളി, ഒന്നും പറയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ അല്ലേ? യെസ്.